പട്ടായയിൽ വന്നിട്ടുള്ള ആദ്യത്തെ സൈറ്റ് സീയിങ് ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സാറിനെ ഒന്ന് തെറ്റിദ്ധരിച്ചു. നജിമു സാർ എന്താണ് നമ്മളെ പട്ടായയിൽ കൊണ്ടുവന്നിട്ട് അമ്പലത്തിലൊക്കെ കൊണ്ടുവന്നേക്കണത്, സ്കൂളിൽ നിന്ന് എക്സ്കർഷന് കൊണ്ടുവരുന്ന പോലെയൊക്കെ അമ്പലത്തിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലൊന്ന് കരുതി. പക്ഷേ നിങ്ങൾ യാതൊരു കാരണവശാലും ഈ സ്പോട്ട് മിസ് ചെയ്യരുത്. ടിക്കറ്റും മറ്റും എല്ലാം സാർ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് ജസ്റ്റ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ സ്ഥലത്തേക്ക് എല്ലാവരും കൂടി നടന്ന് നീങ്ങുമായിരുന്നു. പോണ വഴിക്ക് നമുക്ക് ഇങ്ങനെ കുതിരകളെയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ വലിയ സൈസുള്ള കുതിരയൊന്നുമല്ല, എന്നാലും അത്യാവശ്യം കുതിരസവാരിയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ കുതിരസവാരിയൊന്നും നടത്തിയില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരേ ഒരു പെൺ ഫോട്ടോഗ്രാഫർ ആയിരുന്നു സ്നേഹ. ആ കുതിരയ്ക്ക് എന്തോ ഫുഡൊക്കെ കൊടുത്ത്, ഇല്ല ഫുഡ് കൊടുക്കുന്ന പോലെ കാണിച്ചെന്നേ ഉള്ളൂ, ഫുഡൊന്നും കൊടുത്തില്ലായിരുന്നു. നജിമു സാർ ഇവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുള്ളതുകൊണ്ട് സാറിന് ഫോട്ടോ എടുക്കാനുള്ള നല്ലൊരു ഐഡിയയിൽ സാറ് മുമ്പോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. നമ്മളൊരു ഐഡിയ ഇല്ലാതെ അങ്ങനെ സാറിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ അത്ഭുത കാഴ്ച ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടു തുടങ്ങി. ഒരു കടൽക്കരയിൽ ഒരു കൂറ്റൻ അമ്പലമെന്നോ കൊട്ടാരമെന്നോ വിളിക്കാവുന്ന ഒരു തടിയിൽ തീർത്ത വിസ്മയം. ഇവിടെ നിന്ന് കണ്ടപ്പോൾ അത് അടുത്ത് കാണാനുള്ള ക്യൂരിയോസിറ്റി ആയി നമുക്കെല്ലാവർക്കും. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അതിൻ്റെ. അതുകൂടാതെ സാറ് നമുക്ക് ഫോട്ടോഗ്രാഫിയുടെ ഒരു ക്ലാസ്സും അവിടെ വെച്ച് എടുത്തു തന്നു. എങ്ങനെയാണ് ഫ്രെയിം ചെയ്യേണ്ടതെന്നും മറ്റുമൊക്കെ സാർ അവിടെ നിന്ന് നമുക്ക് ഒരു ക്ലാസ് എടുത്തു തന്നു. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് അതിൻ്റെ ഉൾവശം കാണാനായിട്ടുള്ള സ്റ്റെപ്പ് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. പോകുന്ന വഴിയിൽ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടുള്ള വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴെ ഇറങ്ങിയാൽ ഉടൻ തന്നെ നമുക്ക് എല്ലാവർക്കും ഹെൽമെറ്റ് നിർബന്ധമാണ്. അതിനുള്ള ഹെൽമെറ്റ് അവർ നമുക്ക് തരുന്നതായിരിക്കും. അത് ധരിച്ചിട്ടേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അവിടെ ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് ഹെൽമെറ്റ് നിർബന്ധമാണെന്ന് പറയുന്നവർ. 1981 തായ് ബിസിനസ്സുകാരനായ ലീ വീരിയ ഫാൻ തുടങ്ങി വെച്ച ഈ സംഭവം ഇന്നും പണിതുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആശ്ചര്യം. അതായത് 45 വർഷമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഏകദേശം ഒരു 25 വർഷം കൂടി വേണമെന്നാണ് ഇത് പൂർത്തീകരിക്കാനായിട്ട് അവർ അവകാശപ്പെടുന്നത്. ചെറുതും വലുതുമായി ഒരുപാട് മനോഹരങ്ങളായ ശില്പങ്ങളാണ് അവരുടെ തടിയിൽ കൊത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയോടെയാണ് ഓരോ ശില്പങ്ങളും അവർ നിർമ്മിക്കുന്നത്. ഈ അടുത്താണ് ഇത്ര ആൾക്കാരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് അകത്തേക്ക് പ്രവേശനം ഇല്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ ഭൂരിഭാഗവും. അതിൽ തന്നെ ഭൂരിഭാഗം സ്ത്രീകളാണ് ജോലി ചെയ്യുന്നവരിൽ. ഓരോ ശില്പങ്ങളും ഓരോ കഥ പറയും വിധത്തിലാണ് ഇവർ ഇതിനെ ഇവിടെ സംയോജിപ്പിച്ചിട്ടുള്ളത്. ഓരോ ശില്പങ്ങളും ഇവർ ഇവിടെ ഇരുന്ന് ക്ഷമയോടെയും വളരെ സൂക്ഷ്മതയോടെയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 105 മീറ്റർ നീളമുള്ള ഈ കൊട്ടാരം തായ്, ഇന്ത്യൻ, ചൈനീസ് സംസ്കാരങ്ങളുടെ ഒരു കലാസങ്കലനമാണ്.
അതിൻ്റെ ഒരു മാതൃകയും ഇതിൻ്റെ അടുത്ത് തന്നെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവർ അവകാശപ്പെടുന്നത് ഇതിൽ ഇരുമ്പാണികൾ ഒട്ടും ഉപയോഗിച്ചിട്ടില്ലെന്നും അവരുടേതായ തായ് ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഇത് കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളതെന്നാണ്. എന്തുതന്നെയായാലും നമ്മുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഈ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഈ സ്ഥലം സ്കിപ്പ് ചെയ്ത് കളയാനുള്ള സാധ്യതയുണ്ട്. യാതൊരു കാരണവശാലും പട്ടായയിൽ വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട, മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്.